നമസ്കാരം, ഞാൻ സിബിൻ പ്രഭാകരൻ. നമ്മുടെ ഈ ചൂല് നിസ്സാരക്കാരനല്ല. പണ്ട് നമ്മുടെ എല്ലാം വീട്ടിൽ നമ്മൾ തന്നെ ഉണ്ടാക്കിയിരുന്ന, നമ്മുടെ കാരണന്മാരുണ്ടാക്കിയിരുന്ന ചൂല് പിന്നീട് നമ്മൾ കടകളിൽ നിന്ന് വാങ്ങാൻ തുടങ്ങി. ഇറുക്കിലി ചൂലായും പുൽച്ചൂലായും പിന്നീട് പ്ലാസ്റ്റിക് ചൂലും നൈലോൺ ചൂലും അങ്ങനെ വിവിധങ്ങളായ ചൂലുകൾ. ഇപ്പോൾ ഈ ലോക്ക്ഡൗൺ കാലം, ഈ കോവിഡ് കാലം കടകളിൽ ഉണ്ടായിരുന്ന ചൂലുകളുടെ സ്റ്റോക്കെല്ലാം തീർന്ന് ചൂലുകൾ കിട്ടാത്ത അവസ്ഥയായി. നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ഇറുക്കിലി ചൂല് നമുക്ക് ഈ ലോക്ക്ഡൗൺ കാലത്ത് ഒരു അരമണിക്കൂർ മാറ്റി വെക്കാമെങ്കിൽ വളരെ ലളിതമായി തന്നെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ആ ചൂലിനെ ഒരു നീളമുള്ള ഒരു പിടി കൂടി കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ നട്ടെല്ല് വളക്കാതെ നമ്മുടെ പരിസരമൊക്കെ വൃത്തിയാക്കുവാനും സാധിക്കും. അപ്പോൾ ഈ ഇറുക്കിലി ചൂലിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ. നമുക്ക് ചൂലുണ്ടാക്കാനായിട്ട് ഒരു 3-4 മൂത്ത തെങ്ങോലകളുടെ ഇറുക്കിലി വേണം. തെങ്ങിൽ നിന്ന് വീണ് കിട്ടുന്ന ഓല ഉണ്ടെങ്കിൽ നമുക്കത് ഉപയോഗിക്കാം. പക്ഷേ ഇപ്പോൾ നിലവിൽ അതില്ലാത്തതിനാൽ തെങ്ങിൽ നിന്ന് വെട്ടിയെടുക്കാം, അതിനുള്ള പരിപാടിയാണ്. ഒരു ചെറിയ കഷ്ണം ഷീറ്റും പിന്നെ ഈ ചൂലിൻ്റെ കൈക്കായി ഒരു മരക്കഷ്ണോ അല്ലെങ്കിൽ ഒരു പട്ടിയ കഷ്ണോ എന്തെങ്കിലും കൂടി എടുക്കുക. ഈ ഷീറ്റിന് പകരം തുരുമ്പില്ലാത്ത പെയിൻറ്റിങ് ഷീറ്റോ അല്ലെങ്കിൽ ഏതെങ്കിലും ടിന്നിൻ്റെ ഷീറ്റോ അങ്ങനെയുള്ള കനം കുറഞ്ഞ ഏതെങ്കിലും ഒരു ഷീറ്റ് നമുക്ക് ഉപയോഗിക്കാം. ഇപ്പം നിലവിൽ ഞാൻ എടുത്തിരിക്കുന്നത് പഴയൊരു റൂഫിംഗ് ഷീറ്റിൻ്റെ ഒരു കഷ്ണം പീസാണ്. ഒരു 5 ഇഞ്ച് വീതിയും ഒരു 10 ഇഞ്ച് നീളത്തിലും തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതൊന്ന് റൗണ്ടാക്കി എടുക്കാം. ഈ റൗണ്ടാക്കിയ ഷീറ്റിൻ്റെ ഒരു ഭാഗത്ത് നമുക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ഈർക്കിലിയെല്ലാം നമുക്ക് ഈറി വെച്ച ഈർക്കിലികളെല്ലാം ഈ ഷീറ്റിൻ്റെ ഉള്ളിലേക്ക് എടുത്ത് വെച്ച് നല്ല ടൈറ്റായിട്ട് കമ്പി ഉപയോഗിച്ചൊന്ന് കെട്ടിക്കൊടുക്കാം. ഈർക്കിലിയെല്ലാം നല്ല ടൈറ്റായിട്ട് ഈ ഷീറ്റിൻ്റെ ഉള്ളിൽ കയറ്റിയ ശേഷം നമ്മൾ ആ കട്ട് ചെയ്ത ഭാഗം ഉണ്ടല്ലോ അത് ഉള്ളിലേക്ക് ഒന്ന് മടക്കി വെക്കാം. കൈപ്പിടിക്ക് അധികം ഭാരമില്ലാതിരിക്കുന്നതിന് നല്ലത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം ബലമുള്ള ഏതെങ്കിലും ഒരു കഷ്ണം, മരത്തിൻ്റെ കഷ്ണമോ അതല്ലെങ്കിൽ മുളയുടെ കഷ്ണമോ ഒക്കെ നമുക്ക് കൈപ്പിടിയായിട്ട് ഉപയോഗിക്കാം. ഞാനിപ്പോൾ ഒരു പട്ടിയുടെ കഷ്ണം എടുത്തിട്ട് അതിനെ നെടുകെ കീറി അതിനെ ഒന്ന് റൗണ്ട് ചെയ്തെടുത്തതാണ്. അതിനുശേഷം അതിൻ്റെ ഒരു അറ്റം ശരിക്കും മുനപ്പിച്ചെടുക്കണം. ഈ മുനയുള്ള ഭാഗത്താണ് നമ്മൾ ചൂല് ടൈറ്റായിട്ട് ഫിറ്റ് ചെയ്യുന്നത്.
നമുക്കിനി ഈ ഷീറ്റ് 3-4 ആണികൾ വെച്ചൊന്ന് ഉറപ്പിക്കണം. അതിനായിട്ട് ഒരു 1.5 ഇഞ്ചിൻ്റെ വണ്ണം കുറഞ്ഞ സ്റ്റീൽ ആണി കിട്ടും. അതാവുമ്പോൾ തുരുമ്പിക്കില്ല. അതുണ്ടെങ്കിൽ കൂടുതൽ നല്ലത്, അതല്ലെങ്കിൽ ഇരുമ്പിൻ്റെ ആണിയാണെങ്കിലും മതി. അപ്പോൾ അത് കയറാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നല്ല ബലമുള്ള ഒരു ആണി വെച്ചിട്ടൊന്ന് അടിച്ച് ഹോൾ ഉണ്ടാക്കിയതിന് ശേഷം ഇതുപോലെ ആ 1.5 ഇഞ്ചിൻ്റെ ആണി വെച്ച് ഒന്ന് അടിച്ച് വളച്ച് കളയണം. അപ്പോൾ ആ ഷീറ്റിൻ്റെ എഡ്ജ് വിട്ടുപോരാതിരിക്കുകയുള്ളൂ. ഇനി നമുക്ക് ഈ കമ്പികളൊക്കെ അഴിച്ച് കളയാം. അല്പം വളഞ്ഞ 2 പീസ് കൂടി നമുക്ക് ഷീറ്റിൽ നിന്ന് മുറിച്ചെടുക്കണം. ചൂലിൻ്റെ ഇറുക്കിലേക്ക് ആവശ്യമായ വിരിവ് കൊടുത്തു കഴിഞ്ഞു നമ്മൾ. ഇനി നമ്മൾ രണ്ടാമത് കട്ട് ചെയ്ത ഷീറ്റിൻ്റെ ഈ ഭാഗം ആണി വെച്ചുറപ്പിക്കാം. ഈർക്കിലിയുടെ തുമ്പ് നമുക്ക് ഈ കത്രിക ഉപയോഗിച്ചൊന്ന് ലെവൽ ചെയ്യാം. അപ്പോൾ നമ്മുടെ ചൂല് റെഡിയായി കഴിഞ്ഞു.